വീണ്ടും വീണ്ടും പുതിയ പരീക്ഷണങ്ങൾ. റീൽസ് കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തെ ഞാൻ അതിൻ്റെ അകത്തൊരു വീഡിയോ കണ്ടതാണ്. വേറൊന്നുമല്ല, എഗ്ഗൊക്കെ വെച്ചിട്ട് എന്തോ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന എഗ്ഗ് നമ്മൾ വേവിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് പിന്നെ മഞ്ഞക്കുരു മാറ്റി വെച്ചിട്ട് ആ മഞ്ഞക്കുരു വെച്ചിട്ട് നമ്മൾ ഗ്രേവി ഉണ്ടാക്കും. അങ്ങനെയാണ് ഏകദേശം ഒരു കുറുമ ടൈപ്പ് പോലെയാണ് ഇരുന്നത്. എന്തായാലും ഞാൻ വീഡിയോ കണ്ടതില്ലേ, സാധനങ്ങൾ എന്തായാലും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കി കളയാമെന്നങ്ങ് വിചാരിച്ച് എന്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എഗ്ഗ് കുറുമ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വീഡിയോ കണ്ടതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞെടുത്ത് മുട്ട ഞാൻ ഇങ്ങനെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ട് മഞ്ഞക്കുരു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലകൾ ചേർത്തിട്ടുണ്ടായിരുന്നു, മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു, കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മളത് മഞ്ഞക്കരും കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും ചാറിനും കൂടെ വേണ്ടിയിട്ടാണ്. അത് ഏകദേശം നല്ല കുറുകി ഇരുന്നുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും ഒരു നല്ല രീതിയിൽ കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം വേവിച്ച് വന്ന് നല്ല തിളച്ച് വന്നപ്പോൾ ഞാൻ നല്ല മുട്ട നേരത്തെ അരിഞ്ഞു വെച്ച് അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പൊന്നും ഇടാൻ വേണ്ടി മറന്നിട്ടൊന്നുമില്ല, അതും ഇടാൻ വേണ്ടി നോക്കിയതാണ്. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടിയ നല്ല കൊഞ്ച് കറി ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിലത്തേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. മുട്ടക്കുറമയും നല്ല കൊഞ്ച് കറിയും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കിട്ടിയുള്ളായിരുന്നു. ഏകദേശം 12 മണിയപ്പോൾ പിന്നെ ബാബ എനിക്കൊരു ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അതും കഴിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്ന അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ഗായ്സ്.